Hi friends, welcome back to Voybella. ഇന്ന് ഞാൻ നമ്മുടെ ലെഗിങ്സ് വെച്ചിട്ട് ഹിജാബിന് താഴെ ഇടുന്ന ക്യാപ്പ് അല്ലെങ്കിൽ ടർബൻ എങ്ങനെ ചുറ്റിയെടുക്കുക എന്നുള്ള ഒരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ രണ്ട് മെത്തേഡ്സിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് സാധാരണ രീതിയിൽ ചുറ്റിയിടുന്നതും വേറൊരെണ്ണം ലെയേർഡ് ആയിട്ട് ചുറ്റിയെടുക്കുന്നതും. രണ്ടാണെങ്കിലും നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. കാരണം ലെഗിങ്സ് ആകുമ്പോൾ നമുക്ക് പല കളറിലും പ്രിൻറ്റഡ് ആയിട്ടുമൊക്കെ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് ഏത് ടൈപ്പ് ഷാളും നമ്മൾ അതിൻ്റെ മുകളിൽ ചുറ്റിക്കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസുള്ള വൈറ്റ് കളർ ലെഗിങ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബക്കിളാണ്. അത് കുറച്ച് വോള്യൂം തോന്നിക്കുന്ന ഫ്ലഫി ആയിട്ടുള്ള ഒരു ബക്കിൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ല നമ്മുടെ കയ്യിൽ സാധാരണ ബക്കിളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്ലഫി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ മുടി ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ കെട്ടിവെക്കുക. ഒരു ബണ്ണാക്കിയിട്ട് കെട്ടിവെക്കുക. ഹിജാബ് ഇടുമ്പോൾ പിന്നെ പ്രത്യേകം ഹെയർ സ്റ്റൈലൊന്നും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഈ ബക്കിൾ വെച്ചിട്ട് മുടി ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ആദ്യം ഈ ലെഗിങ്സ് എടുത്തിട്ട് തല തിരിച്ച് ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ലെഗിങ്സിൻ്റെ അരഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ തല തിരിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ തോളിൽ ഷോൾ ഇടുമല്ലോ, അതുപോലെ രണ്ട് ഷോൾഡറിലേക്കും ഓരോ കാല് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഷാൾ ഇടുന്ന പോലെ തോളിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കാല് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല ടൈറ്റാക്കി വലിച്ച് കൊണ്ടുവരിക. ചുളിവൊന്നും ഇല്ലാതെ നന്നായിട്ട് നിവർത്തി പിടിച്ച് നല്ല വലിച്ച് ടൈറ്റാക്കി കൊണ്ടുവരിക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള കാല് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് റൈറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവരിക. ഇനി നമുക്കിതിൻ്റെ പുറകുവശം എങ്ങനെയാണുള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ രണ്ട് കാലും നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ കാണാം. പിന്നെ ഇതിൻ്റെ അരയുടെ ഭാഗമാണ് ഈ സെൻറ്ററിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ അരയുടെ ഇലാസ്റ്റിക്കുള്ള ഭാഗം ബാക്കിൽ നമ്മൾ മുടി കെട്ടി വെച്ചതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് നല്ല ടൈറ്റാക്കി വലിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹിജാബിൽ കുത്തുന്ന പിന്നെടുത്തിട്ട് ഒരു 2-3 പിന്നെടുത്തിട്ട് കുത്തി അതവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു 2-3 പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും മുടിയില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വോള്യൂം തോന്നിക്കാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇത് ഞാനിപ്പോൾ പിൻ ചെയ്ത് അവിടെ സെക്യൂറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് സൈഡിൽ കാണുന്ന കാലിൻ്റെ അറ്റം ഉണ്ടല്ലോ, അതിങ്ങനെ പിടിച്ചിട്ട് 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഒരു പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്താൽ പോരാ, 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം ഈ ബണ്ണിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ അറ്റം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. എത്ര പെട്ടെന്നല്ലേ നമ്മളൊരു ക്യാപ്പ് റെഡിയാക്കി എടുത്തത്. ഇത് പല കളറിൽ നമ്മുടെ കയ്യിൽ ലെഗിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലെഗിങ്സ് വളരെ ചീപ്പായിട്ടുള്ളത് മേടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തലയിലിടാൻ വേണ്ടി മാത്രം അത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതും ഇതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. പക്ഷേ ഫ്രണ്ടിൽ ഞാൻ 1-2 ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഡിഫറൻസ് ഒന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ലെഗിങ്സ് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ തല തിരിച്ച് പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇതുപോലെ, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ 2 ഷോൾഡർ വഴി ഇട്ട് കൊടുത്തു. ഷോൾ പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് തലയുടെ മുകളിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നു. ഇതുപോലെ ഇങ്ങനെ നല്ല ടൈറ്റാക്കി വലിച്ചിട്ട് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് ക്രോസ് ചെയ്ത് പിടിക്കുക, വലിച്ച് പിടിക്കുക. അതിനുശേഷം ഞാൻ ബാക്കിൽ നിന്ന് ഇതുപോലെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണ്.
പിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് ലെഗിങ്സിൻ്റെ ക്ലോത്ത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അതുപോലെ ശരിക്കും അങ്ങ് നിൽക്കും. അത് ഒട്ടിപ്പിടിച്ച പോലെ അങ്ങനെ നിൽക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുമില്ല. അപ്പോൾ നമ്മൾ ലെയർ എടുത്ത്, ഞാനിവിടെ ജസ്റ്റ് ഒരു ലെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ എക്സ്ട്രാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ലെയറൊക്കെ എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ജസ്റ്റ് നല്ലോണം വലിച്ച് പിടിക്കുക. ഇനി ബാക്കിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് ഞാൻ കാണിക്കാം. ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഞാൻ ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കുകയാണ്. ഉള്ളിലേക്ക് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ക്രോസ് ആയിട്ട് വലിച്ചു കൊണ്ടുവരിക. ഇതുപോലെ നന്നായിട്ട് വലിച്ച് റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ലെയർ ഇട്ട് കൊടുക്കാം ഈ സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി ചുളിഞ്ഞ് നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ചുളിഞ്ഞ് ചുരുണ്ടുകൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഷാൾ ചുറ്റുമ്പോൾ അത് വൃത്തിക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. ഇപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് ലെയേഴ്സും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ, മറ്റേ സൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ സൈഡ് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കുക. ബാക്ക് സൈഡിൽ ഉള്ളിലിങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ അരയുടെ ഭാഗം മാത്രമേ ബാക്കിൽ ബാക്കി കിടപ്പുള്ളൂ. അത് നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് മുകളിൽ നമ്മൾ ബണ്ണ് കെട്ടി വെച്ചല്ലോ മുടി, ആ ബക്കിളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ എത്ര പിന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ ഹിജാബിലിടുന്ന പിന്നുകൾ വെച്ചിട്ട് മുകളിൽ അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡും ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ലെഗിങ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ വേറെ ക്യാപ്പ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ ടീഷർട്ടൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഹിജാബ് അണ്ടർ ക്യാപ്പൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ഞാനെൻ്റെ വരും വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ബൈ.